മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 15/6/1981 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴമാണ് നക്ഷത്രം, അനിഴം 1-ാം പാദം. ചിങ്ങലഗ്നം, 2-ൽ ഗുരു, ശനി, 3-ൽ ഗുളികൻ, 4-ൽ ചന്ദ്രൻ, 5 ശൂന്യം, 6-ൽ കേതു, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ കുജൻ, 11-ൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വലിയ രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹനില കൂടിയാണിത്. അതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരവസരം വരികയും അതിലേക്ക് നീങ്ങുകയും എന്നാൽ അതിൽ ചെല്ലുക വഴി സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വഴിയാണ് ഈ വ്യക്തിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള കാരണവും ഈ ഗ്രഹനിലയിൽ തന്നെ ഉണ്ട്. പ്രധാനമായും അനിഴമാണ് നക്ഷത്രം. ചന്ദ്രൻ നീചം സംഭവിക്കുന്ന നക്ഷത്രം കൂടിയാണ് അനിഴം. ഉപരി 3-ൽ നിൽക്കുന്ന ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി ചന്ദ്രനിലേക്കുണ്ട്. മനസ്സിൻ്റെ കാരകനായിട്ടുള്ള, മാതൃകാരകനായിട്ടുള്ള ചന്ദ്രനിലേക്ക്. അവിടേക്ക് തന്നെ ഗുളികൻ്റെ ദൃഷ്ടി, 12ാമത്തെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനിയുടെ 3ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഏത് വിധേനയും മനസ്സ് ടെൻഷനായിട്ടിരിക്കുക, അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഇടവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക, ജീവിതത്തിൽ അടിക്കടി അല്ലെങ്കിൽ ഇടപെട്ട് അല്ലെങ്കിൽ സ്ഥിരമായി ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ ശേഷം അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത ഒരവസ്ഥയിൽ മനസ്സ് സ്റ്റക്കായി അവിടെ തന്നെ നിൽക്കുന്ന ലൂപ്പ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാവുക. ഈ ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷൻ, അതുപോലെ തന്നെ ചന്ദ്രൻ ശനി കോമ്പിനേഷൻ, പ്രത്യേകിച്ചും ചന്ദ്രൻ നീചനുമാണ്. ശ്രദ്ധിക്കണം. ഇത്തരക്കാർ പൊതുവേ ചന്ദ്രന് നീചം സംഭവിക്കുന്ന നക്ഷത്രമാണ് അനിഴം. അനിഴം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയുള്ള ചന്ദ്രൻ, ശനിയുടെ ദൃഷ്ടിയുമുള്ള ചന്ദ്രൻ, അതിൽ തന്നെ ശനി ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷമാണ് ചന്ദ്രനിലേക്ക് തന്നെ 3ാം ദൃഷ്ടി നടത്തുന്നത്. അപ്പോൾ മനസ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ചും 4-ലാണ് ഇവിടെ ചന്ദ്രൻ. 4-ലേക്കാണ് ഗുളികൻ്റെ സാന്നിധ്യം ഇൻഡയറക്റ്റായി, ശനിയുടെ സാന്നിധ്യം ഇൻഡയറക്റ്റായി. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അസ്വസ്ഥത, തർക്കം, വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ പോലെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാരണങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാധ്യത കൂടുതലാണ്. അതല്ല എങ്കിൽ ഭൂസ്വത്ത് പോലെയുള്ള അവസ്ഥകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും ഇത്തരക്കാർക്ക് വളരെ കൂടുതൽ ആണ്. അത് വെറുതെ ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നല്ല. അതിന് കൃത്യമായിട്ടൊരു സമയമുണ്ട്. ആ സമയത്താണ് അത് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചാൽ 100% നഷ്ടം എന്ന് പറയുന്നതിനെ ഒരു 50-60%-ലെങ്കിലും നിർത്താൻ പറ്റും. കണ്ണിൽ കൊള്ളേണ്ടതിനെ ഒരുവിധം പുരികത്ത് കൊള്ളിച്ചെടുക്കാൻ പറ്റുമെന്ന് സാരം. ഇത് അവിടെ അങ്ങനെ ചെയ്തില്ലായിരുന്നു, അങ്ങനെ ഒരു കരുതലെടുത്തില്ലായിരുന്നു. അതിന് ഫലമായിട്ട് ഒരുപാട് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഗ്രഹനില കൂടിയാണത്. എന്തുകൊണ്ടാണത്? അതും ഇതിലേക്ക് വളരെ കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ചും മനസ്സിൻ്റെ കാരകഗ്രഹം ചന്ദ്രന് ഗുളികൻ്റെയും ശനിയുടെയും ബന്ധം വന്നിട്ടുള്ള കണക്കിൽ, അതുപോലെ തന്നെ അത് 4-ൽ നിൽക്കുന്നത് കൊണ്ടും, പ്രത്യേകിച്ചും 1, 2, 3, 4, 5, 6, 7 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി 2-ൽ നിൽക്കുന്നു. ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയിൽ വ്യാഴത്തോടൊത്താണ് നിൽക്കുന്നത് 7ാം ഭാവാധിപൻ. എന്നിട്ടും അവിടെ ഡിവോഴ്സ് സംഭവിച്ചുവെങ്കിൽ, മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ശനി ഗുളികൻ ബന്ധം നേരിട്ടോ അല്ലാതെയോ വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. അറുത്ത് മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയ ഗുളികൻ അവിടെ ചെയ്യും. വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഗുളികൻ്റെ സ്ഥിതി ഏതൊരു ഗ്രഹനിലയിലും. ഇവിടെ 7ാം ഭാവാധിപൻ സാക്ഷാൽ വ്യാഴത്തോടൊത്ത് നിന്നിട്ടും ഗുളികൻ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. മനസ്സിനെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിച്ചു, അല്ലെങ്കിൽ അടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവിടെ ചില പോസിബിലിറ്റി, ചില സാധ്യതകളും ഉണ്ട്. എന്താണെന്ന് വച്ചാൽ, വീണ്ടും ഇവർ തമ്മിൽ ഒന്നിക്കാനുള്ള ഒരു യോഗം അവിടെയുണ്ട്. അത് വ്യാഴം പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥയാണ്. കൃത്യമായിട്ടുള്ള കോംപ്രമൈസ് ചർച്ചകൾ, കൃത്യമായിട്ടുള്ള നാക്കിൻ്റെ ഉപയോഗങ്ങൾ എന്ന് വെച്ചാൽ വാക്കുകൾ കൃത്യമായി ഉപയോഗിക്കുക വഴി
കൃത്യമായി സംസാരിക്കുക വഴി, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ്, അതാണ് നാക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. നാക്ക് കൊണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശേഷി എത്രത്തോളമാണോ, അതിനുള്ള ക്ഷമ കാണിക്കുന്നുവോ അതിനനുസരിച്ച് വ്യാഴം അവിടെ വർക്കാവുകയും ഇവർ തമ്മിൽ വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. 100% ഒന്നിക്കും എന്നല്ല, അതിനുള്ള സാധ്യതയുണ്ട്. അതിന് ഇദ്ദേഹം കൂടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വഴികൾ തെളിയും. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലഗ്നാൽ 10 കുജൻ പൊതുവെ നല്ലതാണ്. പക്ഷേ 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ 11ൽ ശത്രുവായ സൂര്യനോടൊത്ത് രാഹുവിൻ്റെ, എങ്ങനെയുള്ള രാഹു, 12ൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 12ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. അവിടേക്ക് ശനിയുടെ, ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനിയുടെ 10ാം ദൃഷ്ടി. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ശനി ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട്. ധനസ്ഥാനവുമായി ബന്ധപ്പെട്ട്, ഗുളികൻ്റെ ദൃഷ്ടിയുമായി ബന്ധപ്പെട്ട്, 7ാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് ഗുളികൻ്റെ ദൃഷ്ടിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ നിൽക്കുന്ന രാശിയിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനി തൻ്റെ 10ാം ദൃഷ്ടി നടത്തുമ്പോൾ, പ്രത്യേകിച്ചും അവിടെ സൂര്യനും കൂടെ ഉള്ളപ്പോൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ ശരി എന്ന് കരുതിയെടുക്കുന്ന തീരുമാനങ്ങളിൽ പാകപ്പിഴകൾ, അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ കൂട്ടി നടത്തി വേണം പോകാനായിട്ട്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ എടുത്ത് കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തി പോകേണ്ടുന്ന കാറ്റഗറിയിലുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. അതങ്ങനെ ചെയ്യാതെ പോയതിൻ്റെ ഫലമാണ് പടുകുഴിയിൽ ചെന്ന് വീഴാനുള്ള ഒരു പ്രധാന കാരണവും. പ്രത്യേകിച്ച് ലഗ്നാധിപൻ സൂര്യനായിട്ട് വരികയും അത് 11ൽ നിൽക്കുകയും ചെയ്യുന്നു. വളരെ നല്ലതാണ്. പക്ഷേ അവിടേക്ക് വരുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശനിയുടെ ദൃഷ്ടിയും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് വീഡിയോകളിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശനി സൂര്യബന്ധം ഏത് രീതിയിൽ വന്നാലും, ഒരുമിച്ച് നിന്നാലും ദൃഷ്ടിയിൽ വന്നാലും പരസ്പരം വളരെയധികം ശ്രദ്ധിക്കുക. ഒട്ടും നല്ലതല്ലാത്തൊരു കോമ്പിനേഷനാണ് സൂര്യൻ ശനി എന്ന് പറയുന്നത്. എന്നാൽ ചില രാഷ്ട്രീയ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടെടുത്ത് നോക്കുന്ന സമയത്ത് സൂര്യൻ ശനിയൊക്കെ 10ൽ നിന്ന് കഴിഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാവുകയും അവരെ വകഞ്ഞു മാറ്റി വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോകാനുള്ള ശേഷി ആർജിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഗ്രഹനിലകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ് പോലെ അല്ലെങ്കിൽ ജോലി പോലെ ഉദ്യോഗം പോലെയുള്ള കാര്യങ്ങളിൽ അത് വർക്കായിക്കോണമെന്നില്ല. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനില തന്നെയാണ്. ഇദ്ദേഹത്തിന് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായത് കേതുദശ നടന്ന സമയത്താണ്. അതായത് 2016നും 2023നും ഇടയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ചും ലഗ്നാൽ 6ൽ നിൽക്കുന്ന കേതു, അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി, സ്വതവേ 7ാം ദൃഷ്ടി ഇവിടെ ഏതൊരാൾക്കും ഉണ്ടാകും. കേതു നിൽക്കുന്നിടത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഉണ്ടാവും. അപ്പോൾ കേതു ദശ കൂടെ വരികയും ചെയ്തു. അവിടെ ഈ പറയുന്ന ശനി തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് തൊഴിലിൻ്റെ അധിപനെ കൃത്യമായി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അവിടെ ശനിയുടെ 1ാം നമ്പർ ശത്രുവായിട്ടുള്ള സൂര്യനുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ 10ാം ഭാവാധിപനും സൂര്യനും ശത്രുക്കളാണ്. അവിടേക്കാണ് മറ്റൊരു പ്രധാന ശത്രുവായിട്ടുള്ള ശനി ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി തൻ്റെ 10ാം ദൃഷ്ടി നടത്തുന്നത്. അവിടേക്കാണ് 12ൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 12ാം ദൃഷ്ടിയും വരുന്നത്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയവുമാണ് കേതുദശ. അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വ്യക്തിയുമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കലഹങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഒരു സ്വസ്ഥതയില്ലായ്മ, അതാണ് പ്രധാന കാര്യം. ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ചന്ദ്രൻ ഗുളികൻ, ചന്ദ്രൻ ശനി, ചന്ദ്രൻ കേതു, ചന്ദ്രൻ രാഹു, ഇത്രയും കോമ്പിനേഷൻസ് വളരെയധികം ശ്രദ്ധിക്കണം. സ്വസ്ഥത മനസ്സിന് അന്യമായി നിൽക്കുന്ന ഒരു അവസ്ഥ ഇത്തരക്കാർക്ക് പൊതുവേ പല രീതിയിലായി കണ്ടുവരുന്നുണ്ട് ഒരുപാട് ഗ്രഹനിലകളിൽ. അപ്പോൾ അത് കൃത്യമായിട്ട് ഇപ്പോൾ ശുക്രദശയിലാണ് സഞ്ചരിക്കുന്നത്. 2043 വരെയാണ്. ശ്രമിച്ചാൽ, മനസ്സ് വച്ചാൽ, കൃത്യമായി പരിഹാരങ്ങളെടുത്ത് ചെയ്യേണ്ടുന്ന രീതിയിൽ, ചിന്തിക്കേണ്ടുന്ന രീതിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ പോയതെല്ലാം തന്നെ ഇതേ വ്യക്തിക്ക് തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. അതിനുദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ 9ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. നല്ലതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ വ്യാഴത്തിൻ്റെ 5ാം ദൃഷ്ടി കേതുവിലേക്ക് വരുന്നുണ്ട്. 1, 2, 3, 4, 5. എന്നിട്ടും കേതു ദശയിൽ ഇദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾക്ക് ഇരയായി. ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം, 1, വ്യാഴം നിൽക്കുന്നത് ശനിയോടൊത്താണ്. 2, ഗുളികൻ്റെ ദൃഷ്ടി. ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഗുണമാണ് അവിടെ വ്യാഴം പ്രദാനം ചെയ്യുക. ഈ കാരണങ്ങൾ കൊണ്ടാണ് കേതു ദശ ഇദ്ദേഹത്തിന് വളരെ മോശമായത്. അപ്പോൾ കൃത്യമായിട്ട് ഈ 2 കാര്യങ്ങൾക്കും വേണ്ടുന്ന പരിഹാരങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ
10ാം ഭാവവുമായി ബന്ധപ്പെട്ടും ലഗ്നവുമായി ബന്ധപ്പെട്ടും കൃത്യമായി പരിഹാരങ്ങൾ എടുക്കുക. അങ്ങനെ എടുത്ത ശേഷം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തൊരു ജാഗ്രതയോടെ കരുതലോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പോയതെല്ലാം തന്നെ ഇദ്ദേഹത്തിന് നേടിയെടുക്കാനും സാധിക്കും. അല്പം ക്ഷമ കാണിക്കുക എന്നേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അനിഴം, ഉത്രട്ടാതി, പൂയം ഈ 3 നക്ഷത്രക്കാരും ജനിക്കുന്നത് ശനിദശയിലാണ്. ശനി 99 വരെ ഇദ്ദേഹത്തിന്, അതിനുശേഷം ബുധദശ 2016 വരെ, അതിനുശേഷം 7 കൊല്ലം കേതു 2023 വരെ, ശേഷം 20 കൊല്ലം ശുക്രൻ 2043 വരെ, ശേഷം രവി 2049 വരെ, ശേഷം ചന്ദ്രൻ 2059 വരെ, ശേഷം ചൊവ്വ, രാഹു തുടങ്ങിയ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രൻ 14/6/2023 തൊട്ട് 14/10/2026 വരെയുള്ള 3 കൊല്ലക്കാലം സ്വാപഹാരം. ഏതു വലിയ മഹായോഗം കൊടുക്കുന്ന ഗ്രഹമാണെങ്കിലും അതിൻ്റെ സ്വാപഹാരം അത്ര നല്ലതല്ല. അത് എല്ലാവരും പറയും സ്വാപഹാരം വളരെ ഭയങ്കരമാണ്, ഗംഭീരമാണ്. അങ്ങനല്ല. സ്വാപഹാരം ഏത് ഗ്രഹത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ സ്വാപഹാരം അല്പം കരുതലോടെയും ശ്രദ്ധയോടും തന്നെ പോകണം. പ്രത്യേകിച്ചും ശുക്രൻ പോലുള്ള വലിയ ദശകൾ 20 കൊല്ലക്കാലം കൈയാളുന്ന സമയമാണ് ശുക്രദശ. അപ്പോൾ ആ ശുക്രനിൽ ശുക്രൻ എന്ന് പറയുമ്പോൾ, സ്വാപഹാരം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പോകേണ്ടുന്ന സമയമാണ്. എന്നാലും കേതുവിൻ്റെ അത്രയും പ്രശ്നമില്ല, പക്ഷേ ശ്രദ്ധിച്ച് പോവുകയും ചെയ്യുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്നത്. പതുക്കനെ കൊണ്ട് ശുക്രൻ്റെ അപഹാരം കഴിഞ്ഞ് സൂര്യനും കൂടെ കഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പതുക്കനെ കൊണ്ട് കുജൻ, അതുപോലെ ചന്ദ്രൻ പോലെയുള്ള അപഹാരങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഇവിടെ ചന്ദ്രൻ ഈ നെഗറ്റീവായിട്ട് നിൽക്കുന്നു എന്നിരുന്നാൽ തന്നെയും ടെൻഷൻ അടിപ്പിക്കും, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ശുക്രൻ, അതുപോലെ തന്നെ സൂര്യൻ, ഇവിടെ ശനിയുടെ ദൃഷ്ടിയുള്ള സൂര്യനാണ്, അതുപോലെ തന്നെ ചന്ദ്രൻ, ഈ 3 അപഹാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അത് കഴിഞ്ഞ് വരുന്ന കുജൻ പോലെയുള്ള അപഹാരങ്ങളിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ക്ഷമയോടെ ശ്രമിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി പരിഹാരങ്ങളെടുത്തും പോയി കഴിഞ്ഞാൽ ഈ പോയതെല്ലാം തന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനിവിടെ പരിഹാരവുമുണ്ട്. അതിന് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാട് സ്വീകരിച്ച് അതിന് മുന്നോട്ട് പോവുക, അതിനെ നേരിടുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.